ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് GK-യിലെ ചില ചോദ്യോത്തരങ്ങളും തൊഴിൽ വാർത്തയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യോത്തരങ്ങളുമാണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ പോകണേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2024 ജൂലൈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി നിയമിതനായ മലയാളി ആരാണ്? പി അനിൽകുമാർ. ആരാണ്? പി അനിൽകുമാർ. ചരിത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഒരേ ഒരു ഒളിമ്പ്യൻ ആരാണ്? ഫിലിപ്പ് നോയൽ ബേക്കർ. ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രൊഫഷണൽ ഗുസ്തി താരം ഹമീദ ബാനു. ആരാണ്? ഹമീദ ബാനു. 2024 ജൂലൈയിൽ വിരമിക്ക പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി ഇതിഹാസം PR ശ്രീജേഷ്. ആരാണ്? PR ശ്രീജേഷ്. 70ാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പ്രളയ്. സംസ്ഥാനത്ത് ആദ്യമായി തുളസീവനം നിർമ്മിച്ച ജില്ല പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. 2023 പ്രസിദ്ധീകരിച്ച എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? ടി പത്മനാഭൻ. 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ഉപവകഭേദം JN.1. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക. രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയോജക മണ്ഡലം ധർമ്മടം, കണ്ണൂർ. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്ക. റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി സുജലം. ഏതാണ്? സുജലം. നാഷണൽ കസ്റ്റംസ് ആൻഡ് GST മ്യൂസിയം നിലവിൽ വന്നത് പനാജി. 2023 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്ര. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആലപ്പി രംഗനാഥ്. ആദ്യം കിട്ടിയത് KJ യേശുദാസ്. ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഖരമാലിന്യ പരിപാലന പദ്ധതി മാറ്റം. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. 2023 മാർച്ച് തമിഴ്നാട് സർക്കാർ അവരുടെ 18ാമത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡ്. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം 2023 ലഭിച്ചത് ഷോളയാർ, പാലക്കാട്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള വേദി, തിരുവനന്തപുരം. 2025 ജനുവരിയിൽ 150ാം വാർഷികം ആഘോഷിക്കുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നീതി ആയോഗിന്റെ മാതൃകയിൽ എല്ലാ സംസ്ഥാനത്തും സജ്ജമാക്കുന്ന പദ്ധതി ഏതാണ്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. കേരളത്തെ കൂടാതെ ചക്ക സംസ്ഥാന ഫലം ആയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷണറുടെ നിയമനത്തിന് കാരണമായ പ്രക്ഷോഭം ഏത്? നിവർത്തന പ്രക്ഷോഭം. ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിൽ ഉണ്ടായ പ്രധാന സംഭവം കീഴരിയൂർ ബോംബ് കേസ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മഗ്ന കാർട്ട വിശേഷിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ രേഖ ഏത്? വുഡ്സ് ഡെസ്പാച്ച്. ഏതാണ്? വുഡ്സ് ഡെസ്പാച്ച്. നദീജന്യ ദ്വീപ് ഏതാണ്? കുറുവ ദ്വീപ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറ കുര്യാക്കോസ്. ആരാണ്? ചാവറ കുര്യാക്കോസ്. ഇന്ദിരാഗാന്ധി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്.
സ്വിസ് ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ കിരീടം നേടിയ ഇന്ത്യക്കാരി ആര്? PV സിന്ധു. ആരാണ്? PV സിന്ധു. തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കേരളീയൻ ആര്? ശ്രീനാരായണ ഗുരു. ബാലസൗഹൃദ കേരളം ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഗോപിനാഥ് മുതുകാട്. ആരാണ്? ഗോപിനാഥ് മുതുകാട്. ഇന്ത്യയുടെ ചാന്ദ്ര പരിരക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. ഇപ്പോഴത്തെ കേന്ദ്ര യുവജന കാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മാൻസുഖ് മാണ്ഡവ്യ. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. നിലവിലെ കേരള സംസ്ഥാന യുവജന കാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ എം ഷാജർ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ഡെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം രക്തം. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. എല്ലാ വർഷവും ഒക്ടോബറിൽ ലോകാരോഗ്യ ഉച്ചകോടി അരങ്ങേറുന്ന നഗരം ബെർലിൻ. 6ാമത് ലോക ദുരന്ത നിവാരണ കോൺഗ്രസ് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റ് തേച്ച്. 65ാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ല പാലക്കാട്. ഏതാനും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പേരുകൾ താഴെ കൊടുക്കുന്നു. പുനലൂർ സോമരാജൻ, ഡോക്ടർ PV ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ. 2023 കേരള സ്ത്രീ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? ആൻസർ എന്താ? എല്ലാം ശരിയാണ്. അപ്പൊ 2023 കേരള സ്ത്രീ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാ? പുനലൂർ സോമരാജൻ, ഡോക്ടർ PV ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. മലയാളത്തിലെ ഏറ്റവും പ്രമുഖ സാഹിത്യകാരന്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ആരുടേതാണ്? സേതു. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ ആത്മകഥയാണ്? സേതു. 1984 ഭോപ്പാൽ വിഷവാതക ദുരന്തം പ്രമേയമായി ഇറങ്ങിയ ദി റെയിൽവേ മെൻ എന്താണ്? TV മിനി സീരീസ്. ധോണിയെ ബ്രാൻഡ് അംബാസിഡർ ആയി പ്രഖ്യാപിച്ച പ്രമുഖ ബാങ്ക് ഏതാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. ഏതാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. ബ്രസീലിയ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത കാലിസ് കൊഗ എന്തിനെതിരെയുള്ള വാക്സിനാണ്? കൊക്കെയിൻ. എന്തിനെതിരെയുള്ള വാക്സിനാണ്? കൊക്കെയിൻ. 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ 1ാമത് എത്തിയ രാജ്യം ഏതാണ്? ചൈന. 2023 സംസ്ഥാന സർക്കാരിന്റെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച വകുപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? സാമ്പത്തിക സ്ഥിതി വിവര കണക്കു വകുപ്പ്. ബഹിരാകാശത്ത് വിജയകരമായി എലിയുടെ ഭ്രൂണം ആദ്യമായി വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരാണ്? ജപ്പാൻ. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയം. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ബാസ്ബോൾ, ക്രിക്കറ്റ്. കേരളത്തിലെ ഏത് പ്രമുഖ ബിസിനസ്സുകാരന്റെ ഓർമ്മക്കുറിപ്പാണ് സ്പ്രെഡിംഗ് ജോയ്? CP കൃഷ്ണൻ നായർ. 2023 വേൾഡ് ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ. ആരുടെ 200ാമത്തെ പുസ്തകമാണ്? വാമൻ വൃക്ഷകല PS ശ്രീധരൻപിള്ള. വാമൻ വൃക്ഷകല ആരുടെ 200ാമത്തെ പുസ്തകമാണ്? PS ശ്രീധരൻപിള്ള.
2023 ഏഷ്യൻ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ജേതാക്കൾ ആരാണ്? ഇന്ത്യ. വിവരാവകാശത്തിനുള്ള അപേക്ഷയിൽ വിവരം ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശം വ്യക്തമാകേണ്ടതില്ല എന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 6(2). സ്ത്രീകളെ തരം താഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പെരുമാറ്റം ഗാർഹിക അതിക്രമങ്ങൾ സംരക്ഷിക്കാനുള്ള 2005 നിയമപ്രകാരം ഏത് തരം ദുരുപയോഗത്തിൽ ഉൾപ്പെടുത്തുന്നു? ലൈംഗിക ദുരുപയോഗം. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റി ശരിയായ പ്രസ്താവന ഏത്? 2019 35-ാം നിയമം. നവകേരള കർമ്മ പദ്ധതി 2 ഉൾപ്പെടാത്തത് ഏത്? കാർബൺ ന്യൂട്രൽ പദ്ധതി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ജില്ലാതല മിഷന്റെ അധ്യക്ഷൻ ആരാണ്? എല്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 70 വയസ്സിന് മുകളിലുള്ളവർക്ക് അപേക്ഷിക്കാൻ ആവില്ല. സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഭൂരഹിതർക്ക് ആയുള്ള ദേശീയ പെൻഷൻ. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് പ്രതിപാദിക്കുന്നത്? 6 മുതൽ 14 വയസ്സ് വരെ. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സിമ എന്ന് വിളിക്കുന്നത് ഏത്? സമുദ്ര ഭൂവൽക്കം. എന്താണ് ബുഗ്യാൽ? ഹിമാലയത്തിലെ പുൽമേടുകൾ. എന്താണ് ബുഗ്യാൽ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലെ പുൽമേടുകൾ. 71ാമത് ലോകസുന്ദരി പട്ടം നേടിയത് ക്രിസ്റ്റീന ഫിസ്കുവ. 2024 മാർച്ച് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 2024 മാർച്ച് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വനിത സുധാ മൂർത്തി. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഏത് രാജ്യത്തുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ ഉള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഇന്ദിരാവതി? ഹേറ്റി. 2023 ഗോവയിൽ നടന്ന 37ാമത് ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെയാണ്? 5ാം സ്ഥാനം. ഏത് രോഗത്തിനെതിരായ ലോകത്തിലെ ആദ്യത്തെ വാക്സിനേഷനാണ് ചിക്കൻ ഗുനിയ? കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ്? ഐസ്ലാൻഡ്. ഏതു വകുപ്പിന്റെ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയായിരുന്നു ഓപ്പറേഷൻ വനജ്? പട്ടികവർഗ വികസനം. 42ാമത് വേൾഡ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് ഗെയിംസ് നടന്ന രാജ്യം കൊളംബിയ. ഏതാണ്? കൊളംബിയ. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം വിരാട് കോഹ്ലി. ഏതാണ്? വിരാട് കോഹ്ലി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എല്ലാ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട്. 2023 സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ഭിന്നശേഷി സൗഹൃദ ജില്ലാ ഭരണകൂടത്തിന് അവാർഡ് നേടിയ ജില്ല ഏതാണ്? കോഴിക്കോട്. 2023 നവംബർ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഥിലി. റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനമുള്ള സംസ്ഥാനം കേരളം. കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത IISR ചന്ദ്ര ഏത് വിളയുടെ പുതിയ ഇനമാണ്? കുരുമുളക്. ഏതാണ്? കുരുമുളക്. കേരള വനിതാ ക്രിക്കറ്റിന്റെ ഗൂഡല്ല അംബാസിഡർ ട്രെയിൻ നിയമിതയായ സിനിമാ നടി ആരാണ്? കീർത്തി സുരേഷ്. വാൾ സ്ട്രീറ്റ് ദുരന്തം, കറുത്ത വ്യാഴാഴ്ച എന്നിവ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടവയാണ്? ലോക സാമ്പത്തിക മാന്ദ്യം. ഇന്ത്യയുടെ കിഴക്കൻ തുറമുഖങ്ങൾ ഏതെല്ലാം? ഹാൽഡിയ, പാരദീപ്. ഏതാണ്? ഹാൽഡിയ, പാരദീപ്. 1947 തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷനാരായിരുന്നു? കെ കേളപ്പൻ. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. സർക്കാർ ആഭിമുഖ്യത്തിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഏത് നദിയിലാണ്? മുതിരപ്പുഴ.
മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ പ്രധാന ലക്ഷ്യമായിരുന്ന ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയാണ് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏത്? നബാർഡ്. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 എത്ര നമ്പർ ആക്ട് ആയിരുന്നു? 28ാം നമ്പർ ആക്ട്. രോഗാണുക്കളെ തടയുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കാണപ്പെടുന്ന ചർമ്മഭാഗം എപ്പിഡെർമിസ്. പെന്റാവാലന്റ് വാക്സിനിലൂടെ പ്രതിരോധം ലഭിക്കുന്ന രോഗം അല്ലാത്തത് ക്ഷയം. വനസംരക്ഷണത്തിൽ പൊതുസമൂഹത്തിന്റെ പങ്ക് ഉറപ്പാക്കാനുള്ള പദ്ധതി സിറ്റിസൺ കൺസർവേറ്റർ പ്രോഗ്രാം. ഹൃദയത്തിൽ നിന്നും രക്തത്തെ സംഭവിക്കുന്ന രക്തക്കുഴലുകൾ ധമനി. ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹ. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 യൂണിയൻ ബഡ്ജറ്റ്. ഏതു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിതമായത്? ഉത്തരാഖണ്ഡ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2023 ഓഗസ്റ്റ് 5. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനമാനം. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 2019 ജൂലൈ 22. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി, മുംബൈ, ചൈന, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനം മുംബൈ ഹൈ. ചന്ദ്രയാൻ 3 റോവറായ പ്രഗ്യാന്റെ ഭാരം എത്രയാണ്? 26 കിലോഗ്രാം. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ചൈന. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി താലോലം. ആൽക്കലി ലോഹം അല്ലാത്തത് അലൂമിനിയം. സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് മൗലികാവകാശങ്ങൾ. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയായ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കോടതിയിൽ ആദ്യം നോക്കാം. കേരള ഹൈക്കോടതി ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ. കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ ആദ്യ കേരള വനിത കെ ഉഷ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി വനിതാ ജഡ്ജി അന്ന ചാണ്ടി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി നിയമ ബിരുദം നേടിയ വനിത അന്ന ചാണ്ടി. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വത നിര ഏത്? യുറാൾ. ഏതാണ് യുറാൾ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതിനം ശിലകളാണ് കായാന്തരിത ശില? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏതിനം ശിലകളാണ് കായാന്തരിത ശിലകൾ? കേരളത്തിലെ ഏറ്റവും വലുത് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് എറണാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. പൊതുവിജ്ഞാനം കേരളം എന്നതിനെ കുറിച്ച് നോക്കാം. പശ്ചിമഘട്ട മലനിരകളെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചതെന്ന്? 2012 ജൂലൈ 1.
2010 നിലവിൽ വന്ന മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഏത് നദിയുടെ തീരത്താണ്? ചാലിയാർ. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച വർഷം 2018. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിയിലാണ്? പെരിയാർ. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവക, വയനാട്. ശക്തമായ ബ്രേക്ക് ഉള്ളതും എഞ്ചിനില്ലാത്തതുമായ യന്ത്രം എന്ന് 1935 ആക്ടിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? സ്റ്റാൻലി ബാൾഡ്വിൻ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോ. ആരാണ്? ലിൻ ലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സ്ഥലം ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ മൈതാനം. മൈതാനാണ്. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? KB മേനോൻ. കീഴാറ്റൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട US-ൽ അരങ്ങേറിയ ഹിന്ദി നാടകം വന്ദേ മാതരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്കിൽ സ്ഥാപിക്കപ്പെട്ട സമാന്തര ഗവൺമെന്റ് താമ്രലിപ്ത ജതീയ സർക്കാർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്ന വനിത ആരാണ്? മാതംഗിനി ഹസ്ര. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ സമരം. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയി ലിൻ ലിത്ഗോ. ആരാണ്? ലിൻ ലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ആസാദ് ദസ്ത എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി ജയപ്രകാശ് നാരായണൻ. സത്താറ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ പാട്ടീൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷൻ സീക്രട്ട് കോൺഗ്രസ് റേഡിയോ. സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക ഉഷ മേത്ത. ആരാണ്? ഉഷ മേത്ത. ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമന്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.